Hello. See, sort equations la. See, this one is using steps. Step use ചെയ്ത് ചെയ്തതും ഇത് ട്രാൻസ്പോസിഷൻ വിത്തൗട്ട് യൂസിങ് സ്റ്റെപ്സ്. സ്റ്റെപ്സ് യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ നമുക്കിവിടെ വേരിയബിൾ മാത്രം വരണം. വേരിയബിൾ മാത്രം വേണമെങ്കിൽ 3നെ കളയണം അല്ലേ. 3നെ കളയാനായിട്ടൊരു -3 ആഡ് ചെയ്യുന്നുണ്ട്, +-3. അപ്പോൾ ഇവിടെയും +-3 ആഡ് ചെയ്യുന്നു. അപ്പോൾ ഇക്വേഷൻ ബാലൻസ് ചെയ്യും അല്ലേ. അപ്പോൾ ഈ 3 കൂടെ ക്യാൻസൽ ചെയ്ത് എക്സ് മാത്രം കിട്ടും അല്ലേ. That is x is equal to 7 plus -3 is 4 is the answer. ഇതാണെങ്കിലോ -3 വരുമ്പോഴത്തേക്ക് നമ്മളൊരു +3 ആഡ് ചെയ്യും. ഇവിടെയും +3 ആഡ് ചെയ്യും. അപ്പോൾ ഇത് രണ്ടും കൂടെ 0 ആകും. x is equal to 10 കിട്ടും. ഇതാണെങ്കിലോ 3x നമുക്ക് എന്തായാലും 3 കളയണം. 3 കളയണമെങ്കിൽ ഇവിടെ *1/3 കൊടുക്കുകയാണ് കേട്ടോ. *1/3 കൊടുത്താൽ ഇവിടെയും *1/3 കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ആയി പോകും. x is equal to 7/3 കിട്ടും. ഇവിടെയാണെങ്കിലോ ഇവിടെയും നമുക്ക് വേരിയബിൾ മാത്രം കിട്ടണമെങ്കിൽ *3 കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെയും *3. അപ്പോൾ ഇക്വേഷൻ്റെ LHSഉം RHSഉം ഒരേ ഓപ്പറേഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ 3 ക്യാൻസൽ. x is equal to 21. ഇനി നമ്മൾ ട്രാൻസ്പോസിഷൻ മെത്തേഡ് വെച്ചാൽ ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് ആൻസർ എഴുതാം. സ്റ്റെപ്പൊന്നും വേണ്ട എന്ന് പറഞ്ഞാൽ നമ്മളെങ്ങനെ പഠിച്ചു വയ്ക്കുന്നത്, x is equal to ഈ പ്ലസ് ഈക്വലിൻ്റെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകണം. RHSലോട്ട് പോകുമ്പോഴത്തേക്ക് ഈ +3 -3 ആകും. ഇങ്ങനെ പഠിച്ചു വയ്ക്കും അല്ലേ. ഓക്കെ, ശരിക്കും സംഭവം ഇത് തന്നെയാണ് കേട്ടോ. ഇവിടെ ഈ -3 RHSലോട്ട് പോകുമ്പോഴത്തേക്ക് +3 ആകും. That is x is equal to 7 plus 3 is equal to 10. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ RHSലോട്ട് പോകുമ്പോഴത്തേക്ക് ഡിവിഷൻ ആകും. ഓക്കെ, ദാറ്റ് ഈസ് x is equal to 7 divided by 3. ഇവിടെയാണെങ്കിൽ ഏത് ഓപ്പറേഷനാണോ അത് ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്, ഡിവിഷൻ ആകും. മൈനസ് ആണെങ്കിൽ അഡീഷൻ ആകും. ഇവിടെ അഡീഷൻ ആണെങ്കിൽ സബ്ട്രാക്ഷൻ ആകും. ഓക്കെ, ഇനി ഇവിടെ x ഡിവൈഡഡ് ബൈ 3 ആണ്. x ഡിവൈഡഡ് ബൈ 3 ഡിവിഷൻ, ഇവിടെ ഡിവിഷനാണ് വന്നേക്കുന്നത്. അത് RHSലോട്ട് പോകുമ്പോഴത്തേക്ക് മൾട്ടിപ്ലിക്കേഷൻ ആകും. അപ്പോൾ ദാറ്റ് ഈസ് x is equal to 7 into 3 is equal to 21.